ഇന്ത്യയിൽ മുഴുവൻ നടക്കുകയാണ്. നമ്മൾ ശരിക്കും ടീച്ചേഴ്സുകൾ തന്നെയാണ് 6 ദിവസത്തെ ക്ലാസ് നടക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഓൺലൈനിലായിട്ട് എല്ലാ കോഴ്സുകളിലും ശ്രീ രവിശങ്കർ ഉണ്ടാവും എന്നതാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത. ആൻഡ് ഈ കോഴ്സ് ഇപ്പോൾ ഇന്ത്യയിൽ 8,000 ചില സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ 38 കേന്ദ്രങ്ങളിലായിട്ട് ഈ കോഴ്സ് നടക്കുന്നുണ്ട്. അന്ന് പ്രധാനമായിട്ടും നമ്മുടെ കോഴ്സ് ഫോക്കസ് ചെയ്യുന്നത് ശ്വാസവും മനസ്സിനെയും കുറിച്ചാണ്. അപ്പോൾ മനസ്സാണ് നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. മനസ്സ് നമ്മുടെ ഓർമ്മയെയും ബുദ്ധിയെയും ഈഗോയെയും കണക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാവും. ഇത് പോസിറ്റീവായ കാര്യങ്ങൾ, ഓർമ്മയുടെ കാര്യത്തിലാണെങ്കിൽ നല്ല കാര്യങ്ങളാണ് ഓർക്കണമെങ്കിൽ, ബുദ്ധിയുടെ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ അവർ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ വളരെ ഊർജ്ജസ്വലരായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ കൈകാലില്ലാത്ത ആൾക്കാർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. കാരണം അവർ പോസിറ്റീവായ കാര്യങ്ങളിലാണ് ചിന്തിക്കുന്നത്. അപ്പം നമ്മുടെ ഇടയിൽ എല്ലാം ഉണ്ടായിട്ടും ആളുകൾക്ക് പ്രയാസമുണ്ടാവുന്നത് അവരുടെ ഓർമ്മകളും ചിന്തകളും ഒക്കെ നെഗറ്റീവായ കാര്യങ്ങളുണ്ടാണ്. അത് പോസിറ്റീവിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സുദർശന ക്രിയ, എൻ്റെ ധ്യാനം നമ്മളെ വളരെയധികം സഹായിക്കും. അങ്ങനെ ഒരു കോഴ്സാണ് ഈ ഒരു ആനന്ദോത്സവം എന്ന രീതിയിൽ 38 സെൻറ്ററിലായിട്ട് കണ്ണൂർ ജില്ലയിൽ നടക്കുന്നത്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് എല്ലാ സെൻറ്റേഴ്സിൻ്റെയും ഫോൺ നമ്പേഴ്സ് ഇല്ല. ഇവിടെ 2 ഫോൺ നമ്പേഴ്സ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ എല്ലാവർക്കും എവിടെയൊക്കെയാണ് സ്ഥലങ്ങളെന്ന് പറഞ്ഞിട്ട് ആ കോഴ്സ് അറിയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഉള്ളിലേക്ക്, ഡെപ്തിലേക്ക്, ആഴത്തിലേക്ക്, അഗാധതയിലേക്ക് നമ്മൾ എത്തിക്കുന്ന അതിമനോഹരമായ ഒരു കോഴ്സാണ് ഹാപ്പിനെസ് പ്രോഗ്രാം എന്ന ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ കോഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരവും മനസ്സും ഒരുപാട് ബന്ധമുണ്ട് ഇല്ലേ? ഈ ശരീരവും മനസ്സും ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ശരീരവും മനസ്സും ബന്ധപ്പെട്ടിരിക്കുന്ന പോലെ ശരീരവും മനസ്സും ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ഈ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പ്രസക്തി എന്ന്. ബോഡി, മൈൻഡ്, ബ്രത്ത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജനിച്ചിട്ട് ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന്? ഒരു ശ്വാസം അകത്തേക്ക്, ഏറ്റവും അവസാനം ചെയ്യുന്ന ഒരു ശ്വാസം പുറത്തേക്ക്. ഈ ശ്വാസമാണ് നമ്മളെ പിടിച്ചിരുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, പക്ഷേ ശ്വാസത്തെപ്പറ്റി നമ്മൾ അധികമൊന്നും കൂടി പഠിച്ചിട്ടില്ല. പക്ഷേ അതേ സമയത്ത് ഈ ശ്വാസം നമ്മുടെ ശരീരത്തിലും മനസ്സിലും കെട്ടിക്കിടക്കുന്ന വേണ്ടാധീനങ്ങളെ, പോയ്സൺസ് ആയിട്ടുള്ള കാര്യങ്ങളെ ഈ ശ്വാസം വഴിയാണ് കൂടുതലായിട്ട് പുറത്തു പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന വിഷാംശങ്ങളുടെ 80 to 90% വിഷാംശം പുറത്തു പോകുന്ന ശ്വാസം വഴിയാണ്. നമ്മൾ നിരന്തരമായിട്ട് ശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്തത്. പക്ഷേ നമ്മൾ ശ്വസിക്കുന്നത് നമ്മുടെ ലങ് കപ്പാസിറ്റിയുടെ ഒരു 30% മാത്രമേ ഉള്ളൂ. ഇത്രയേ ശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ അതിനകണക്കായിട്ടുള്ള വിഷാംശമേ പുറത്തു പോകുള്ളൂ. അതുപോലെ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ വികാരങ്ങൾ ശ്വാസമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദേഷ്യം വരുമ്പോൾ എങ്ങനെയാണ് ശ്വാസതാളം ഉണ്ടാവുക? വളരെ സ്പീഡിലായിരിക്കും. വിഷമുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും. പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന് വെയിറ്റ് കനം കൂടുതലായിരിക്കും. സന്തോഷം ഉണ്ടാകുമ്പോൾ ഇൻ ബിറ്റ്വീൻ വേറെ താളത്തിലായിരിക്കും. മിഡിൽ ശ്വസിക്കുന്നത് അറിയ പോലും ഇല്ല. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ കുറച്ചേരം ശ്വാസമേ ഉണ്ടാവില്ല. പേടിച്ച് വരച്ചാൽ ശ്വാസത്തിന് അറിയില്ലായിരിക്കും, അറിയില്ല. അപ്പോൾ ശ്വാസം നമ്മുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഫീലിങ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്വാസം നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ശ്വാസത്തിനൊരു താളം കൊടുത്തുകൊണ്ട്, ഈ ശ്വാസത്തിനൊരു ക്രമീകരണം കൊടുത്തുകൊണ്ട്, ഒരു റിഥം കൊടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലും മനസ്സിലും കെട്ടിക്കിടക്കുന്ന വേണ്ടാധീനങ്ങളെ, വിഷാംശങ്ങളെ ശ്വസിച്ച് പുറത്തേക്ക് കളയുന്ന അതിമനോഹരമായൊരു കോഴ്സാണ് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഹാപ്പിനെസ് പ്രോഗ്രാം എന്ന ഈ കോഴ്സ്. പ്രാണായാമം, സുദർശന ക്രിയ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിമനോഹരമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ മനസ്സിനെ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മൾ ചിന്തകളാണ്. ചിന്തകൾ എവിടെയാണ് കൂടുതലുള്ളത്? ഒന്നുകിൽ കഴിഞ്ഞാൽ പറ്റിയത് ഫാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയായിരിക്കും. ഇത് രണ്ടും നമുക്ക് നല്ലതല്ല. ആ വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഉത്കണ്ഠയാണ്. എന്ത് കാര്യമായാലും നമ്മുടെ മനസ്സിലെ ആങ്സൈറ്റിയാണ്. കഴിഞ്ഞതിനെ പറ്റി ചിന്തിക്കുമ്പോൾ നല്ല കാര്യങ്ങളല്ല കൂടുതൽ ചിന്തിക്കുക, നമ്മൾ മോശമായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ചിന്തകൾ എന്ന് പറയുന്നത് ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം കറങ്ങുന്ന മാതിരി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂതകാലം, ഭാവികാലം, ഭൂതകാലം, ഭാവികാലം. എല്ലാവർക്കും വേണ്ടുന്ന എന്താണ്? ഇങ്ങോട്ട് പോകുമ്പോൾ ദുഃഖം, ഇങ്ങോട്ട് പോകുമ്പോൾ ഉത്കണ്ഠ, ദുഃഖം, ആങ്സൈറ്റി, സോറോ. നമുക്ക് എല്ലാവർക്കും വേണ്ടത് സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ നിമിഷത്തിൽ മാത്രമേ, ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ മാത്രമേ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ നിമിഷത്തിലേക്ക്, സന്തോഷത്തിലേക്ക് എത്തിക്കുന്നതാണ് അതിമനോഹരമായ പ്രാണായാമം, സുദർശന ക്രിയ എന്ന പ്രോസസ്സിലൂടെ, ഈ കോഴ്സിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്.
ഓക്കെ, കുട്ടികൾ കണ്ടില്ല ഈ സമയത്ത് കളി, ചിരി, ഉത്സാഹം. അവർ കഴിഞ്ഞതിനെ പറ്റി ചിന്തിക്കുന്നില്ല, വരുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല. അവർ ഈ നിമിഷത്തിലാണ്, സന്തോഷത്തിലാണ്. അപ്പം ഈ നിമിഷത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു കോഴ്സാണ്. ഈ നിമിഷം എന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ്. ഈ കോഴ്സിൻ്റെ പേര് തന്നെ ഹാപ്പിനെസ് പ്രോഗ്രാമാണ്. ഓക്കെ, നമ്മളൊക്കെ ജീവിക്കുന്നത് സ്ട്രെസ്സിലാണ്. ഒരു എല്ലാവർക്കും എല്ലാ സൗകര്യം, നേരത്തെ സൂചിപ്പിച്ച എല്ലാ സൗകര്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പൂർണ്ണമായിട്ട് പുഞ്ചിരിക്കാൻ പറ്റുന്നില്ല, സന്തോഷിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? സ്ട്രെസ്സാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാ സൗകര്യം ഉണ്ടെങ്കിൽ പോലും സ്ട്രെസ്ഫുൾ ലൈഫാണ് ഇപ്പോൾ. ഇതൊരു സ്ട്രെസ് ഫ്രീ കോഴ്സാണ്. ഒരുപാട് സുദർശനക്രിയ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇത് ലോകത്ത് ഇപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് 150-ൽ പരം രാജ്യങ്ങളിൽ, ആകെ 193 രാജ്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കി. അത് 150-ൽ പരം രാജ്യങ്ങളിൽ ചുരുങ്ങിയ 40 വർഷം കൊണ്ട് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഏറ്റവും വലിയൊരു വടവൃക്ഷമാണ് ഇന്ന് ആർട്ട് ഓഫ് ലിവിങ്. അപ്പോൾ ഈ കോഴ്സ് ചെയ്യാത്തവർ എത്രയും വേഗം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പം ഗുരുദേവൻ്റെ ഒരു നേരിട്ടുള്ള ഓൺലൈൻ സെഷൻ, ശ്രീ രവിശങ്കർജിയുടെ നേരിട്ടുള്ള സെഷനും കൂടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂടെയുണ്ട്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഗുരുദേവൻ്റെ ഒരു ഓൺലൈൻ പ്രസൻസ് ഉണ്ടാവും. നേരിട്ട് ഇത് ശ്രീ രവിശങ്കർജി എടുക്കുന്ന കോഴ്സായിട്ടാണ് ഇതിനെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗുരുദേവൻ ഈ ക്ലാസ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഓൺലൈനിലായിട്ട് വന്ന് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം ഗുരുദേവ് കണ്ണൂർ ജില്ല സന്ദർശിച്ചിരുന്നു 2024 ഫെബ്രുവരിയിൽ. അപ്പം ആ സമയത്ത് വലിയൊരു പ്രോഗ്രാം നടന്നിരുന്നു. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇതിപ്പം ഈ വർഷം ഗുരുദേവൻ്റെ അടുത്ത വർഷം ഏകദേശം 70ാമത്തെ ബർത്ത്ഡേ ജന്മദിനമാണ്. അപ്പോൾ അതിനനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാംസാണ്. വലിയ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെയാണ് നടക്കുന്നത്. ഞങ്ങൾക്കൊന്ന് കണ്ണൂർ ജില്ലയിൽ ഏകദേശം മലയോര മേഖല ഉൾപ്പെടെ പയ്യന്നൂർ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും 38-39 സെൻറ്ററുകളിൽ ഇപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പരമാവധി റിപ്പോർട്ട് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. ഇങ്ങനെ ഒരു പ്രോഗ്രാംസ്, ഇങ്ങനെ കോഴ്സുകൾ, കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവരിലേക്ക് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം, എൻ്റെ പേര് മതി. ഓൾ ഇന്ത്യ തലത്തിൽ നടക്കുന്ന ഹാപ്പിനെസ് പ്രോഗ്രാം സദ്ഗുരു കണ്ണൂർ ജില്ലയിൽ 35ഓളം ക്ലാസ് സെൻറ്ററുകളിൽ ഒരേ സമയം. ഒക്കെ എല്ലാ ജീവിതത്തിൽ വേണ്ടത് എന്താണ്? ഹാപ്പിനെസ്സാണ്. എല്ലാവർക്കും വേണ്ടത് സന്തോഷം, പ്രൊമോഷൻ. കാരണം നമ്മുടെ ജോലി കാരണം, മക്കൾ കാരണം, പ്രശ്നം, സാമ്പത്തിക